പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 19-ാം തീയതി വ്യാഴാഴ്ച. കർത്താവെ, പുതിയൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഈ പുതിയ ദിവസത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, അങ്ങയുടെ സംരക്ഷണത്തിന് കീഴിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ പ്രഭാതം കാണാൻ സാധിക്കാതെ കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം വേർപെട്ടു പോയിട്ടുള്ള എല്ലാവരുടെയും ആത്മശാന്തിക്കായി, ശുദ്ധീകരണത്തിലെ എല്ലാ ആത്മാക്കളെയും ശാന്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 67-ാം വചനം എന്ന് ധ്യാനിക്കാം. അവൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. ദൈവവചനത്തെ സംശയിച്ചപ്പോൾ അടയ്ക്കപ്പെട്ട സക്കറിയായുടെ വായി ദൈവവചനത്തെ പൂർണ്ണമായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞപ്പോൾ തുറക്കപ്പെട്ടു. പിന്നീട് അവൻ്റെ അധരങ്ങളിലൂടെ ദൈവസ്തുതികളും പ്രവചനങ്ങളുമാണ് ഒഴുകുന്നത്. ഇനി ഒരിക്കലും തനിക്ക് സംസാരിക്കാനാവില്ലെന്ന് സക്കറിയ വിശ്വസിച്ചിരുന്നു. എന്നിട്ടും തന്നെ ശിക്ഷണം നൽകിയ ദൈവത്തെ അവൻ കൈവിട്ടില്ല. മെഡിക്കൽ സയൻസ് കൈവിട്ട എത്രയോ രോഗികളാണ് വചന ശുശ്രൂഷകളിൽ സൗഖ്യം പ്രാപിക്കുന്നത്. വചനത്തിൻ്റെ ശക്തി അതിശയകരമാണ്. വചനം ഏറ്റുപറയുന്നതോടെ ആത്മീയ ജീവിതത്തിൽ പുതിയ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ടേയിരിക്കും. ഈശോയെ, സക്കറിയായെ പോലെ വചനത്തിൻ്റെ പൂർത്തീകരണത്തിനായി യത്നിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.